ഇസ്ലാമിലെ ഏറെ ശ്രദ്ധേയവും ഇതര സമുദായങ്ങളെപ്പോലും ആവേശം കൊള്ളിക്കുന്നതുമായ ഒരാരാധനയാണ് റമദാൻ മാസത്തിലെ വ്രതം. ആ വ്രതത്തിൻ്റെ മാസ്മരികത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം പ്രസിദ്ധമാണ്. അതായത് ഒരു മാസം, 12 മാസങ്ങളിൽ ഒരു മാസം പൂർണ്ണമായും അനാവശ്യമായ എല്ലാവിധ സംസാരങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും അതോടൊപ്പം ഭക്ഷ്യപേയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്നത് അത് അനിതര സാധാരണമായ ഒരു അനുഭൂതിയാണ്. ഞാൻ 82ാമത്തെ വയസ്സിലെത്തിയിരിക്കുന്നു. ഈ വയസ്സിനിടയിൽ ഒരിക്കൽ പോലും റമദാനിന് നോമ്പ് വേണ്ടെന്ന് ഞാൻ വെച്ചിട്ടില്ല. പ്രായം എനിക്കതിന് തടസ്സവുമല്ല. നമ്മളിൽ വല്ലവരും രോഗികളാണെങ്കിൽ നമുക്കത് മറ്റൊരു കാലത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ബ്ലഡ് പ്രഷർ, ഷുഗർ മുതലായ രോഗങ്ങൾ, ഞാനതെല്ലാമുള്ള ഒരാളാണ്. നമ്മൾ ഒരു പ്രീ ചെക്കപ്പ് നടത്തി എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധ ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിക്കുകയും അദ്ദേഹം പറയുന്നതിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുക എന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ ഒരുപാട് സംഗതികൾ നിയന്ത്രിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്താൻ പോവുകയാണ്. അപ്പോൾ എത്രയൊക്കെ ഭക്ഷണം കഴിക്കാം, ഏതെല്ലാം ഭക്ഷണം, ഫ്രൂട്ട്സും ഒക്കെയാണ് നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടും നോമ്പിനോട് പൊരുത്തപ്പെടുന്നതെന്നുള്ളത് പരിശോധിച്ചിട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ ആരോഗ്യപരമായ ഒരു പ്രീ ചെക്കപ്പ് എന്നതായിരിക്കണം ഇപ്പോഴത്തെ നമ്മുടെ മുദ്രാവാക്യം.